واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا بالخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ചെല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ദിക്റുകളുടെ സമാഹാരത്തിനാണ് റാത്തീബ് അല്ലെങ്കിൽ വിരുദ് എന്നൊക്കെ പറയുന്നത്. ആ വിഷയങ്ങൾ പറയാൻ വേണ്ടി മാത്രം വലിയ വലിയ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അത് പറയേണ്ട ഒരു സ്ഥലമല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ അഹ്മദ് കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, അഹ്മദ് കബീർ റിഫാഇ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ചെറിയ കുട്ടികളോട് പോലും അനാവശ്യമായി ഒന്നും പറയാറില്ല. ഒരു ദിവസം ഇബ്നു മൻ അൻത, നീ ആരെ മോനാണെന്ന് ചോദിച്ചപ്പോൾ ശൈഖിനോട് ഒരു കുട്ടി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്റെ പേര് ചോദിക്കുന്നത്? എന്റെ ബാപ്പാന്റെ പേര് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത്തപ്തനീയ വലതി, നീ എനിക്ക് അത് പഠിപ്പിച്ചു തന്നല്ലോ, കാരണം ഞാൻ നിന്റെ ബാപ്പാന്റെ പേര് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അനാവശ്യമായ സംസാരങ്ങൾ മഹാന്മാർക്ക് ഇഷ്ടമല്ല. മഹാനായ അഹ്മദ് കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ കുട്ടിക്കാലം മുതലേ അങ്ങനെയായിരുന്നു. അനാവശ്യമായ സംസാരം നാം എല്ലാവരും ഒഴിവാക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറായ കാര്യം പറയാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. വല്ലയാളും അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ അവർ ഖൈറായ കാര്യം പറയണം, അല്ലെങ്കിൽ വലിയ അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. നമ്മുടെ നാവിനെയാണ് നാം സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ആലിമീങ്ങളും സാലിഹീങ്ങളായ ഉസ്താദുമാരൊക്കെ അവർ എപ്പോഴും ദിക്റിലാണ്. ആ ദിക്ർ കൊണ്ട് തന്നെ അവർ വിജയിക്കും. എന്റെ വീട്ടിനടുത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച വലിയൊരു പൈസക്കാരനായ വടകരക്കടുത്തുള്ള മൊയ്തു ഹാജി, വലിയ ലോഡ്ജുകളോളം മൊയ്തു ഹാജി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു നേതാവ് കൂടിയായിരുന്നു. ഞങ്ങളൊക്കെ എസ്എഫിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓഫീസും വാടകയൊക്കെ ഫ്രീ ആയി തന്ന മൊയ്തു ഹാജി കഴിഞ്ഞ തിങ്കളാഴ്ച പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹുവിന് സ്വർഗ്ഗം നൽകണേ. ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു. ഞാൻ മംഗലാപുരത്ത് ഒരു പരിപാടിക്ക് ഉപ്പിനങ്ങാടി ഭാഗത്തായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ശുഭിയാകുമ്പോഴേക്കും മരിച്ച വാർത്തയാവും ഞാൻ അവിടെ എത്തി. അദ്ദേഹത്തിന് ആൺമക്കളില്ല, പെൺകുട്ടികളിലുള്ളൂ. പുതിയാപ്പുറ മകളെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അമ്മോശം നല്ല മരണമായിരുന്നു. അദ്ദേഹം പ്രത്യേകമായ രോഗങ്ങളൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ അറ്റാക്ക് വന്ന് അദ്ദേഹം മരിച്ചു. അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. എന്താ പ്രിയപ്പെട്ടവരെ ഭാഗ്യം, അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി മരിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കാര്യമുണ്ടോ? മൊയ്തു ഹാജി വലിയ ഉസ്താദല്ല. നേരത്തെ മുഹമ്മദ് അജിക്കാരി പറഞ്ഞതുപോലെ ഉസ്താദുമാരെയൊക്കെ സ്നേഹിക്കുന്ന നല്ലൊരു ദീനീ പ്രവർത്തകനായ പൈസക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഇതുപോലെയുള്ള വാദ്യങ്ങളിലും ദിക്റിലും സദസ്സിൽ എപ്പോഴും ഉണ്ടാകും. അദ്ദേഹം തഹജ്ജുദ് കഴിഞ്ഞ് ധാരാളം ദിക്ർ ചൊല്ലിയതുകൊണ്ട് അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വണ്ടിയിലെ ഡ്രൈവറടക്കം അദ്ദേഹത്തിന്റെ മകളുണ്ട്, ഭാര്യയുണ്ട്, മകളെ ഭർത്താവുണ്ട്, അവരെല്ലാവരും കേൾക്കാണ് മൊയ്തു ഹാജിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിന് മരിച്ചു. അതിന് പറഞ്ഞു നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, വലിയ സൂഫിയാക്കളും ഹുലിയാക്കളും ഒക്കെ അവരുടെ ജീവിതം അങ്ങനെയാണ്. നമുക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനം യമനിലേക്ക് പറഞ്ഞേക്കുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആ മുആദ് തങ്ങളെ യമനിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് അവസാനം പറഞ്ഞ ഉപദേശമുണ്ട്, യാ മുആദ്